പൊളിറ്റിക്സ്, പെർഫോമൻസ്, പ്രൊഡക്ഷൻ ക്വാളിറ്റി. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് വിടുതലൈ പാർട്ട് 1 എനിക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നായിട്ട് മാറുന്നത്. ഈ പറഞ്ഞ ഓർഡറിൽ തന്നെയാണ് എനിക്ക് ആ സിനിമയിലെ ഓരോ ഘടകങ്ങളോടുള്ള ഇഷ്ടം തോന്നിയിട്ടുള്ളതും. വിടുതലൈ പാർട്ട് 1 കണ്ടിട്ടില്ലാത്ത ആളുകൾ പാർട്ട് 2 തിയേറ്ററിൽ കാണാൻ പോകരുത് എന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ മ്യൂട്ടാക്കി വെച്ചിട്ട് വെടിക്കെട്ട് കാണുന്ന പോലെ ഉണ്ടാവും. കുറേ കളർ ഇങ്ങനെ പോകുന്നു, എന്താ ഏതാണെന്നൊന്നും നമുക്ക് മനസ്സിലായില്ല എന്ന് വരും. അപ്പോൾ പാർട്ട് 1 കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ZEE5 സിനിമ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 16 മിനിറ്റ് കുറവുള്ള ഒരു തിയേറ്ററിക്കൽ കട്ടും ഉണ്ട്. അതുപോലെ ആ 16 മിനിറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ കട്ടും ZEE5 അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ സിനിമയിലേക്ക് വരുമ്പോൾ, വിടുതലൈ പാർട്ട് 2 വരുമ്പോൾ 3 മണിക്കൂർ തികയാൻ 8 മിനിറ്റിൻ്റെ കുറവാണ് സിനിമയിലുണ്ടായിരുന്നത്. ആ ദൈർഘ്യം എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അത്രയും സമയമെടുത്ത് അവർ പറയുന്നത് ഒരു വലിയ ജീവിതവും നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലത്തിനപ്പുറവും സഞ്ചരിക്കാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള പൊളിറ്റിക്സുമാണ്. എന്നെ സംബന്ധിച്ച് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സിനിമ അനുഭവമായിരുന്നു വിടുതലൈ പാർട്ട് 2. പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ് ഇതിലെ പെർഫോമൻസുകൾ തന്നെയാണ്. വിജയ് സേതുപതി അദ്ദേഹത്തിന് വിടുതലൈ പാർട്ട് 1 വാത്യാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ആ ഒരു വലിപ്പമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി, അഴിഞ്ഞാടാൻ വേണ്ടി അധികം സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആ കഥാപാത്രം അയാൾ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ആഗ്രഹിച്ചിരുന്നിട്ടില്ല. അതൊരു ചെറിയ ജോലിയുണ്ട്, അതുമായിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു വേണം. പിന്നെ പാവങ്ങളെയൊക്കെ കഷ്ടപ്പെടുത്തുന്ന കാണുമ്പോൾ ഒന്ന് പോലീസിനെ വിളിക്കാനൊക്കെ തോന്നും എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു പാവ മനുഷ്യനുണ്ടല്ലോ. എല്ലാത്തിനോടും അമർഷമുണ്ട്, പക്ഷേ പ്രതികരിക്കാൻ പേടിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതികരിക്കാൻ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആൾ അവിടെ നിന്നുകൊണ്ട് ഒരു വലിയ പോരാട്ടത്തിന് നേതൃത്വം വഹിക്കുന്ന അവസ്ഥയിലേക്ക് ഇയാൾ മാറുന്ന ഒരു ജേണിയുണ്ട്. ആ ജേണി മുഴുവൻ കാണിക്കുക. ആൻഡ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നുണ്ട്. കൊല്ലുന്നത് പരിഹാരമല്ല എന്ന് വിജയ് സേതുപതി പറയുകയും പക്ഷേ നിങ്ങളും കൊന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു മറുചോദ്യം വരികയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് സമയം വിജയ് സേതുപതിയിലെ ആർട്ടിസ്റ്റിനെ അത്യാവശ്യം ചലഞ്ച് ചെയ്യുന്നത് തന്നെയായിരുന്നു. അയാളത് വെടിപ്പായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ തേടി ഒരു നാഷണൽ അവാർഡൊക്കെ വരാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ പറയുന്ന പൊളിറ്റിക്സും ഇതിൽ പറയുന്ന പല കാര്യങ്ങളും പരിഗണിച്ച് നോക്കുമ്പോൾ ദേശീയ അവാർഡിന് ഇത് പരിഗണിക്കാൻ പോലും സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ പെർഫോമൻസ് അത്ര മികച്ചതാണ്. ആൻഡ് സൂര്യക്ക് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്ന അത്രയും ഒരു പ്രാമുഖ്യം കിട്ടുന്നില്ല. പക്ഷേ ക്യാരക്ടർ അപ്പോഴും ലൈവായിട്ട് തന്നെ നിൽപ്പുണ്ട്. ആൻഡ് സൂര്യയുടെ ഒരു പെർഫോമൻസ് മികവ് പുറത്തെടുക്കേണ്ട സാഹചര്യങ്ങൾ സിനിമയിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അയാൾ അടിപൊളി ആർട്ടിസ്റ്റ് കേട്ടോ. അങ്ങേര് ഇനി എത്ര മുന്നോട്ട് വരാനുണ്ട്, അല്ലെങ്കിൽ അയാൾ അലങ്കരിക്കാൻ പോകുന്ന താരസിംഹാസനത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നുന്നുണ്ട്. മഞ്ജു വാര്യർ അവരെ ഉപയോഗിക്കേണ്ട രീതിയിൽ വെട്രിമാരൻ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് മഞ്ജു വാര്യർ അവരുടെ പരമാവധി ഡെലിവറി ചെയ്തിട്ടുണ്ടെന്നും എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തു. വളരെ കൺട്രോൾഡ് ആയിട്ട് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ട, അതായത് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പോരാളിയുണ്ട്. ആൻഡ് അവർ വളരെ വീക്കായി പോകുന്ന അല്ലെങ്കിൽ വളരെ ഇമോഷണലി വൾണറബിൾ ആകാവുന്ന ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ പോകുന്ന സമയത്തൊക്കെയുള്ള മഞ്ജു വാര്യരുടെ പിടിച്ചിട്ടുള്ളൊരു അഭിനയം ഉണ്ടല്ലോ, അത് അഭിനന്ദനാർഹമാണ്. പക്ഷേ ഈ സിനിമ മുഴുവൻ കഴിയുമ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ചേതൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഈ സിനിമയിലെ രാഘവേന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന മനുഷ്യനാണ്. അയാളൊരു അഡാറ് സംഭവമാട്ടോ. കാര്യം അങ്ങേരുടെ നോട്ടത്തിൽ ഒരുപാട്, അതായത് ഈ വംശീയ വെറിയുടെയും അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നതിലെയും ദുരഭിമാനത്തിൻ്റെയും ഒക്കെ എലമെൻറ്റുകൾ മിക്സ് ചെയ്തിട്ട് ഇയാൾക്ക് ഇത് എക്സ്പ്രസ് ചെയ്യാൻ കിട്ടുന്നത് ജസ്റ്റ് കണ്ണുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള വേറെ ഒരു പരിപാടിയില്ല. അത് അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ആ ക്യാരക്ടർ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അത്രയും ഒരു ഡെവിൾ പരിപാടിയൊക്കെയാണ്. ഡെവിളിഷ് എന്നാണ് പറയുക, അതോ മോൺസ്റ്റർ, സിനിസ്റ്റർ എന്നൊക്കെ പറയുന്ന ആ സാധനത്തിനെ ഇങ്ങനെ കൺട്രോൾഡായിട്ട് ഡെലിവറി ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക്കാണ്. അത് അയാൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചേതൻ സാർ നിങ്ങൾ ரொம்ப 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 നല്ല പണിയിരിക്കുക. പിന്നെ എല്ലാവരും കേട്ടോ, ഈ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പം തോഴർന്ന് വിളിച്ചിട്ട് വിജയ് സേതുപതിയുടെ കൂടെ നടക്കുന്ന ആളുകൾ, അതായത് ഒരു വലിയ പേരോ അല്ലെങ്കിൽ ഒരുപാട് സ്ക്രീൻ സ്പേസോ ഒന്നും ഇല്ലാത്ത കുഞ്ഞു ആർട്ടിസ്റ്റുകൾ വരെ വളരെ ഗംഭീരമായിട്ട് അവരുടെ ഫുൾ കൊടുക്കുക എന്ന് പറയില്ലേ, അത് സ്ക്രീനിൽ നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് അനുഭവിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം മ്യൂസിക്കാണ്. ഓൾ ഗുഡ്, ഓൾ സെറ്റ്. ഈ സിനിമയിൽ പക്ഷേ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ്, അതായത് കുറേയും കൂടി ഇതിൻ്റെ ഒരു സോളിലേക്ക് ചേരുന്ന, കുറച്ചുകൂടി റൂട്ടഡ് ആയിട്ടുള്ള അങ്ങനെ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇളയരാജ ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഒരു റൂട്ടഡ് സാധനമൊക്കെ ഉണ്ടല്ലോ, കുറച്ചും കൂടി സംഭവങ്ങൾ ആകാമായിരുന്നു. വിടുതലൈ പാർട്ട് 1 നിന്ന് 2 എത്തുമ്പോൾ സിനിമയെ നമ്മൾ കൺസീവ് ചെയ്യുന്ന രീതിയിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെയാണ്. പക്ഷേ രാജ സാർ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരു കുറ്റം അതിൽ പറയാനില്ല. ഞാനൊരു സജഷൻ പറഞ്ഞതാണ്, കുറേ കൂടി റൂട്ടഡ് ആയിട്ടുള്ള എലമെൻറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി അത് ഗംഭീരമായി ഫീൽ ചെയ്തേനെ. പാട്ടുകളാണെങ്കിലും പാട്ടുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇമോഷൻസ് ആണെങ്കിലും ഒക്കെ വളരെ നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും ഒരു ഹൈ പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് തുടക്കം, നമ്മൾ അസുരനിൽ കണ്ടിട്ടുള്ളവരുടെ മോനുണ്ടല്ലോ, മഞ്ജു വാര്യരുടെയും ധനുഷിൻ്റെയും മകൻ, അവൻ
അടിപൊളി പെർഫോമൻസ്, നല്ല കിണ്ണം കാച്ചിയ ഫൈറ്റ്. ആ ഫൈറ്റ് കൊറിയോഗ്രഫിയൊക്കെ നമുക്ക് പോഴ്ത്താനുണ്ട്, അവിടെ നിൽക്കട്ടെ. ചെളിയും ചോരയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വളരെ ബ്രൂട്ടലായിട്ടുള്ളൊരു സീനുണ്ട്. അത്രയൊന്നും ബ്രൂട്ടൽ എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിലും ബ്ലഡ് പോലുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള കുറേ രംഗങ്ങളിൽ മറ്റേ പിക്സൽ ചെയ്ത് അത് മറയ്ക്കുന്നുണ്ട്. അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാര്യം ആ ഒരു ഇമോഷൻ എവിടെയൊക്കെ ബാധിക്കുന്നത് പോലെ. പക്ഷേ ഈ തുടക്കത്തിൽ ഈ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അവിടെ വരുന്ന ആ സൗണ്ടിങ്, വിഷ്വൽ, ആ പ്ലേസ്മെൻ്റ് ഒക്കെ കിടിലനാണ്. പിന്നെ പറയേണ്ട മൂന്നാമത്തെ പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ്. അതായത് പഴയ കാലഘട്ടം എന്ന് പറയുമ്പോൾ മറ്റേ രാജാക്കന്മാർ വരെ ഒന്നും പോകണ്ട. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് അവനവൻ്റെ അവകാശങ്ങൾ ഓരോ ആൾക്കാരും, നമ്മൾ പ്രജയല്ല പൗരനാണ് എന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങുകയും ഇവിടെ രാജാവല്ല ഭരിക്കുന്നതെന്നും നമ്മളാണ് ഇവിടെ സേവിക്കപ്പെടേണ്ടതെന്നൊക്കെ പറയുന്ന ഒരു തിരിച്ചറിവിൽ എത്തേണ്ട സമയത്ത് പോലും അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്ന അടിസ്ഥാന വർഗത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിരുന്ന ആളുകളുടെ, ആ പോരാളികളുടെ കാലഘട്ടം മുതൽ ഒരുപക്ഷെ ഇന്ന് അഭിനേതാവ് കൂടിയായ വിജയ്, അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളെ ഒക്കെ ടച്ച് ചെയ്യുന്ന രീതിയിൽ അതിഗംഭീരമായ ഡയലോഗുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെയൊക്കെ പല ചിന്തകളെയും ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇതിലെ പല അനീതികളെയും അല്ലെങ്കിൽ ഒരു പക്ഷേ ലോജിക്കിൻ്റെ കുഴപ്പങ്ങളെയും ഒക്കെ ഇങ്ങനെ ചോദ്യം ചെയ്തു പോകുന്ന വിജയ് സേതുപതിയുടെ ക്യാരക്ടറായുള്ള ജീവിതം പറയുന്നതിൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ച് പോവുകയാണ്. അപ്പോൾ അതിനൊരു ക്ലാസിൻ്റെ സ്വഭാവം, ഒരു ക്ലാസ് എടുപ്പിൻ്റെ സ്വഭാവം എവിടെയൊക്കെ വരുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ അതൊരു മോശം കാര്യമല്ല. കാര്യം ആ ക്യാരക്ടർ അങ്ങനെയാണ്. അയാൾ വിശ്വസിക്കുന്ന ആദർശത്തിന് വേണ്ടി അയാളുടെ എല്ലാ സന്തോഷങ്ങളെയും ത്യജിച്ചിറങ്ങി വന്ന ഒരാളാണ്. ഓഫ് കോഴ്സ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയും ഒരു കുടുംബവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള വേറെ വലിയൊരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് പോലീസുകാരോട് ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ക്ലാസ് എടുപ്പിൻ്റെ സ്വഭാവം ചിലയിടങ്ങളിൽ വരും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട്ടിലെ പൊളിറ്റിക്സിനെ കുറച്ചും കൂടി അറിയാവുന്ന, അതായത് അവിടുത്തെ തീവ്ര ചിന്താഗതിയുമായി നടന്നിരുന്ന ആളുകളുടെ പോരാട്ടങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ബേസിക് ധാരണ ഉണ്ടെങ്കിൽ ഈ വിജയ് സേതുപതിയുടെ ക്യാരക്ടർ, അയാൾക്ക് ക്ലൈമാക്സിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ അവർ സംസാരിക്കുന്ന, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, ഇവരുടെ ഒന്നും പേരുകൾ പറയുന്നില്ല കേട്ടോ, ഇന്ന ആളാണിത് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്രങ്ങളിലൂടെയും അല്ലാതെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടല്ലേ പ്രസംഗങ്ങൾ കണ്ടൊക്കെ ആയിട്ടുള്ള ഒരു ബേസിക് ധാരണയാണുള്ളത്. അത് വെച്ചുകൊണ്ട് ഞാൻ കാണുമ്പോൾ പോലും എൻ്റെ അമ്മ ഇതിന് ഇങ്ങനൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടല്ലോ, അത് അവർക്ക് ഇത്രയും ഗംഭീരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതാണ്. അവിടെയൊക്കെ നമ്മൾ സംവിധാന മികവിനെയാണ് പറയേണ്ടത്. ഈ പെർസ്പെക്റ്റീവിനെ ഞങ്ങൾ അത് പറയുകയാണ് എന്ന് പറയുകയല്ലാതെ ഒരു സിനിമയായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് അതിനപ്പുറത്തുള്ള പൊളിറ്റിക്സ് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വായിക്കാനുള്ളതൊക്കെ സിനിമയിൽ ഉള്ളടങ്ങുന്ന രീതിയിലാണ് വരുന്നത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിലെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ളതാണ്. ഉദ്യോഗസ്ഥരും പൊളിറ്റീഷ്യൻസും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു ഡൈനാമിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇതുവരെ സിനിമകളിൽ കണ്ടിട്ടുള്ളതിൽ നിന്നും വിഭിന്നമായിട്ടാണ്. അത് വളരെ രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ഫോണിലൂടെ ഇയാൾ സംസാരിക്കുന്ന, അതായത് വലിയൊരു രാഷ്ട്രീയ ഒരു തത്വം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരാളെ ഇല്ലായ്മ ചെയ്തതിന് ശേഷം ജനങ്ങളെ ആ തത്വത്തിൽ നിന്ന് പിൻവലിപ്പിക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ഇതിനു വേണ്ടി എത്രയോ വർഷങ്ങളുടെ ഒരു പ്ലാൻ ഇയാളുടെ തലയിൽ വരുന്നതും ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചുറ്റും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന, പലരും ചോദ്യം ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നവരുടെ ശബ്ദം നിശബ്ദമാക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റിനെ വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് ഒരു ചെറിയ ഫോൺ കോൾ സംഭാഷണത്തിൽ ഒതുക്കുന്നുണ്ട്. താഴ്ന്ന ജാതിയിൽപ്പെട്ട പയ്യനോട്, നീ മിടുക്കനാണല്ലോ, നീ വന്നിരുന്ന് പഠിച്ചേ, ബാക്കി പരിപാടി നമുക്ക് പിന്നെ നോക്കാമെന്ന് പറയുമ്പോൾ, ഞാൻ പഠിക്കാൻ വരാം പക്ഷേ എല്ലാവരുടെയും കൂട്ടത്തിൽ തന്നെ ഇരുത്തി എന്നെ പഠിപ്പിക്കുമെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം. അല്ലെങ്കിൽ ഞാൻ മക്കളുമായിട്ട് വരാം, ആ സമയത്തേക്ക് എൻ്റെ മക്കളും എല്ലാവരുടെയും കൂടെ ഇരുന്ന് പഠിക്കുന്ന രീതിയിൽ നിങ്ങളിത് ആക്കി വെക്ക് എന്ന അധ്യാപകനോട് പറഞ്ഞിട്ട് പോകുന്ന കറുപ്പൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. ഈ കറുപ്പൻ എന്ന് പറയുന്ന ആ ഒരു പേരും ആ പേരുമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്ന വിശ്വാസങ്ങളൊക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ആ പ്ലേസ്മെൻ്റ് ഒക്കെ ഭീകരമാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു വീടിൻ്റെ നല്ലതിന് വേണമെങ്കിൽ ഒരാളെ കൊല്ലാം, നാടിൻ്റെ നല്ലതിന് വേണമെങ്കിൽ ഒരു കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കുറേ ഡയലോഗുകളൊക്കെ ഇല്ലേ. ഇതിൻ്റെ ഒരു മീനിങ്ങിനെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ കോൺവെർസേഷനും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ സിനിമയിലുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ സിനിമയിൽ നമുക്ക് സംസാരിച്ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജാതി മത വേർതിരിവുകൾ എന്തിനാണ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഒരു രാജ്യമാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഭാഷ മതി എന്ന് പറയുന്ന പൊളിറ്റിക്സ് എടുത്ത് മുന്നോട്ട് വെക്കുന്നതിൻ്റെ പിന്നിലെ ഗൂഢലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളെ ടച്ച് ചെയ്തു പോകുന്ന ഒരു ഗംഭീര പൊളിറ്റിക്കൽ സൈഡ് ഈ സിനിമയ്ക്കുണ്ട്. പക്ഷേ ഇതിനൊരു ക്ലാസ് എടുപ്പിൻ്റെ സ്വഭാവം ചിലയിടങ്ങളിൽ വരുന്നുണ്ട്, വളരെ കുറച്ചിടങ്ങളിൽ മാത്രം കേട്ടോ. ആ സമയത്ത് നമ്മൾ കഥയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്ന പോലെ ചിലപ്പോൾ തോന്നാനിടയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി ഞാൻ തരുകയാണ്. പിന്നെ പറയേണ്ടത് ഈ സിനിമയിലെ ആക്ഷൻ കൊറിയോഗ്രഫിയാണ്. ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റത്തെ ആ ഒരു ഫൈറ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ലവൻ്റെ ഒരു ഇടിയുണ്ട് മാൻ. വിജയ് സേതുപതി തല്ലുകൊണ്ട് വീഴാണ്. ആ സമയത്ത് മറ്റവൻ്റെ ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നുന്ന ഡയലോഗ് വില്ലൻ പറയുന്നു എന്നുള്ളതാണ്. ആ ഡയലോഗിനുള്ള മറുപടി അവൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ജനലരികിൽ ഒരു കിളി വന്നിരുന്ന് ചിലയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ അതിൻ്റെ ശബ്ദം ചിലപ്പോൾ നിങ്ങൾ ഈ മൈക്കിലൂടെ കേട്ടെന്ന് വരും, എന്നോട് ക്ഷമിക്കുക. ഫസ്റ്റ് ഹാഫിലുള്ള ചളിയും മണ്ണും നിറഞ്ഞിട്ടുള്ള
ഫൈറ്റ് കൊറിയോഗ്രഫി അത് ഗംഭീര പരിപാടിയായിരുന്നു. അത് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നതും അടിപൊളിയാണ്. അതിനുശേഷം നമ്മൾ ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട പല രംഗങ്ങളും പല ഫൈറ്റുകളും ഒക്കെ കാണുന്നത് ഈ കാടിനകത്ത് മലയുടെ മുകളിൽ ഈ മഞ്ഞും ഒക്കെയുള്ള ആ ഒരു സമയത്തൊക്കെയാണ്. അപ്പോൾ അവർ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഗൺ ഫയർ പരിപാടികളും അതെങ്ങനെ ചെയ്യുന്നു, ഒരാൾ എങ്ങനെയാണ് തെറിച്ചു പോവുക, അല്ലെങ്കിൽ വെടികൊള്ളുമ്പോഴുള്ള റിയാക്ഷൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയാനുണ്ട്. എല്ലാം അവർ വളരെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വിഷ്വലിലേക്ക് വരുമ്പോൾ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് പറയേണ്ടതാണ്. ഇതിലവർ എത്രത്തോളം ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്തായാലും പണിയുണ്ടാവും. കാലഘട്ടവും ഒത്തിരി കാര്യങ്ങൾ അവരതിൽ കൊണ്ടുവരേണ്ടതുണ്ട്. കോസ്റ്റ്യൂംസിൻ്റെ കാര്യം, മേക്കപ്പിൻ്റെ കാര്യം, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാടായിട്ട് കാണുന്നത് ശരിക്കും ഒരു മലയുടെ മുകളിലൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയ സമയത്ത് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത ക്ലിപ്പൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സിനിമ നമ്മൾ കാണുമ്പോൾ ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ കാലാവസ്ഥയിൽ ആ സ്ഥലത്ത് ക്യാമറയുമായി പോയി ഷൂട്ട് ചെയ്യുക, ലെൻസൊക്കെ ആയിട്ട് പോകുമ്പോൾ ഈ ഫോഗ് കയറുന്നത് തന്നെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് അവർ ഷൂട്ട് ചെയ്തതാണെങ്കിലും ആ പ്രദേശത്തിനെ, അവിടുത്തെ കാലാവസ്ഥയെ വരെ ഒപ്പിയെടുത്ത് നമ്മളിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. എന്തെങ്കിലും ഒരു കുഴപ്പം ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1-2 ഇടങ്ങളിൽ VFX എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവാത്ത പോലെ, ഈ കളർ രണ്ടായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നു എന്ന് പറയുന്ന പോലത്തെ VFXൻ്റെ ചില പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മെയിൻ കാര്യം, അത് എഡിറ്റിങ്ങിൽ സംഭവിച്ചതാണോ, അത് ഇനി അങ്ങനെ അവർ ചെയ്തതാണോ, ഇനി ഞാൻ മനസ്സിലാക്കേണ്ട കുഴപ്പമാണോ എന്നറിയില്ല. വിജയ് സേതുപതിയുടെ കൂടെ നടക്കുന്ന ഒരാൾ മരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ മരിച്ചതിന് ശേഷം വിജയ് സേതുപതിക്ക് കുട്ടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് മറ്റേ പൈസ കൊടുക്കുന്നതും അതിന് അനുഗ്രഹം കൊടുക്കുന്നതും ഒക്കെ ഈ നേരത്തെ മരിച്ചു പോയിട്ടുള്ള അങ്ങനെ കാണിച്ചിട്ടുള്ള പുള്ളിയാണ്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി കാലഘട്ടത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സാധനത്തിൽ നമുക്ക് മിസ്സായി പോയതാണോ എന്നറിയില്ല. അത് നമുക്കൊരു സൈഡിലേക്ക് എടുത്ത് നോക്കാം. ബാക്കി ഇതിൻ്റെ വിഷ്വൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്, ഫൈറ്റ് കൊറിയോഗ്രഫി അവർ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്, സ്ലോ മോഷൻസ് യൂസ് ചെയ്തിരിക്കുന്നത്, ബ്ലാസ്റ്റിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വിഷ്വൽ വളരെ ഗംഭീരമായി തന്നെ നമ്മളെ സിനിമയെ ഇഷ്ടപ്പെടാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇനി കുറവുകളൊന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ വിഷ്വൽ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഈ ബ്ലാസ്റ്റിന് ശേഷമുള്ള പൊട്ടിത്തകർന്ന് കിടക്കുന്ന മനുഷ്യന്മാരെയൊക്കെ കാണിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അത് ഒരുപാട് പിക്സലൊക്കെ വെച്ച് അതങ്ങനെ മറയ്ക്കുന്നുണ്ട്. അപ്പം വളരെ ഇമോഷണലി കണക്റ്റ് ആവുന്ന ഗംഭീരമായിട്ടുള്ള സൗണ്ടിങ്ങും അതുപോലെ തന്നെ പെർഫോമൻസും ഒക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ കാണിക്കുമ്പോഴേ, അങ്ങനെ കവർ ചെയ്തിട്ടുള്ള പരിപാടി വരുമ്പോൾ പെട്ടെന്നൊരു അകൽച്ച ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. ചോദ്യം പ്രശ്നമൊക്കെ ഞങ്ങൾ നേരിട്ട് കാണിച്ചോളൂ, ഞങ്ങളിത് കാണാൻ വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് എന്ന് പറയുന്ന പോലെ അല്ല. ആ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് അവിടെ ആവശ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മഞ്ജു വാര്യർ വിജയ് സേതുപതി സെഗ്മെൻ്റ് എടുത്ത് നോക്കുമ്പോൾ അവിടെ പ്രണയം, അതിനുശേഷമുള്ള വിവാഹം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്തരം ഇടങ്ങളിൽ കാര്യം ഇയാൾ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡും അതുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടവും പുറത്ത് നടക്കുന്നു. ഇവിടേക്ക് വരുമ്പോൾ ഇതേ പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്ന രണ്ടുപേരാണെങ്കിൽ പോലും അവരൊരു കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് മാറുമ്പം ആ ഒരു പോർഷൻ, ഇവരുടെ പ്രണയം വിവാഹം പരിപാടികളിലൊക്കെ ഒരു ചെറിയ എഴച്ചിലുണ്ടാവുന്നത് പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ എഡിറ്റിംഗ് ഭയങ്കര ഫാസ്റ്റായിട്ട് അവർ ചെയ്ത പോലെ തോന്നി. നമ്മളിപ്പോൾ ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് വേറൊരാൾ കയറി വരുന്നു. അപ്പോൾ അയാൾ കയറി വരുന്ന ഷോട്ടിൽ തന്നെ ഈ കോൺവെർസേഷൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഒരു ഡയലോഗ് ആയിരിക്കും കാണിക്കുക. പിന്നെ കട്ട് ചെയ്ത് കാണിക്കുമ്പോഴേക്കും ഇവിടെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു വളരെ ഫാസ്റ്റ് പേസിലുള്ള കട്ടും കോൺവെർസേഷൻസും എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതൊന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ എഡിറ്റിംഗ് പാറ്റേൺ അങ്ങനെ സെറ്റ് ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടക്കത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതായത് ഡയലോഗ് ഒരു വഴിക്കും പെർഫോമൻസ് വേറെ വഴിക്കും പോകുന്ന പോലെ. പക്ഷേ ആ ഒരു താളം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ സെറ്റാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു വലിയ വിപ്ലവകാരിയുടെ അല്ലെങ്കിൽ വലിയൊരു ആദർശം ഒരുപാട് പേരിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള അയാളുടെ തുടക്കം എങ്ങനെയായിരുന്നു, സിസ്റ്റത്തിനൊപ്പം നിന്നുകൊണ്ട് എല്ലാത്തിനും മാറ്റം വരുത്താൻ ശ്രമിച്ച അയാളുടെ പതനം എവിടെയായിരുന്നു, അയാളുടെ തിരിച്ചുവരവ് എവിടെയാണ്, അയാളിൽ വിപ്ലവം കത്തിപ്പടരുന്നത് എങ്ങനെയാണ്, പ്രണയം പൂവിടുന്നത് എങ്ങനെയാണ്, പിന്നീടുള്ള പോരാട്ടം, ചെറുത്തുനിൽപ്പ്, പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഈ സിനിമയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന ഒരു ലെങ്ത് ഉണ്ട്. ചിലയിടങ്ങളിൽ ഒക്കേഷണലായിട്ടൊരു ചെറിയ എഴച്ചിൽ അനുഭവപ്പെടും. പക്ഷേ ഈ സിനിമ ആസ് എ പാക്കേജ് പടം കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ അത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒരുപക്ഷേ നിങ്ങളുടെ അഭിപ്രായം നേരെ മറിച്ചായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.